നമസ്കാരം. വി ആർ ഫാർമാഗേറ്റ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പാരസെറ്റാമോൾ ടാബ്ലറ്റ് ആരാണ് കണ്ടുപിടിച്ചത്. ലോകത്തിലെ ഏറ്റവും ഫേമസ് ടാബ്ലറ്റായ പാരസെറ്റാമോളിൻ്റെ ചരിത്രമാണ് നമ്മളിന്ന് നോക്കുന്നത്. തലവേദന വന്നാലും പനി വന്നാലും ബോഡി പെയിൻ ഉണ്ടായാലും നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് ഒരു ടാബ്ലറ്റാണ്, പാരസെറ്റാമോൾ. പക്ഷേ ലോകം മുഴുവൻ ഉപയോഗിക്കുന്ന ഈ ചെറിയ ടാബ്ലറ്റ് ആരാണ് കണ്ടുപിടിച്ചത്, എങ്ങനെ മാർക്കറ്റിലെത്തി, എന്തുകൊണ്ട് ഇത്ര ഫേമസ് ആയി? ഇന്ന് അതേക്കുറിച്ച് സംസാരിക്കാം. 1877 അമേരിക്കൻ കെമിസ്റ്റ് ഹാർമൺ നോർത്തോപ്പ് മോഴ്സ് ആദ്യമായി പാരസെറ്റാമോൾ ലാബിൽ സിന്തസൈസ് ചെയ്തു. അതായത് പാരസെറ്റാമോൾ കോമ്പൗണ്ട് ഉണ്ടാക്കി. പക്ഷേ ഒരു കാര്യം, അന്ന് ഇത് മെഡിസിനായി മാർക്കറ്റിൽ വന്നില്ല. കാരണം അന്നത്തെ സയൻറ്റിസ്റ്റുമാർക്ക് ഇതിൻ്റെ ഫുൾ മെഡിസിനൽ വാല്യൂ മനസ്സിലായിരുന്നില്ല. മറ്റു മരുന്നുകളാണ് ആ സമയത്ത് പനി, വേദന എന്നിവയ്ക്ക് ഡോക്ടേഴ്സ് ഉപയോഗിച്ചിരുന്നത്. ഉദാഹരണത്തിന് അസിറ്റാനിലൈഡ്, ഫിനാസെറ്റിൻ എന്നിവ. ഇവ വളരെ പോപ്പുലർ ആയിരുന്നു. പക്ഷേ ചില പ്രശ്നങ്ങൾ കണ്ടെത്തി. ബ്ലഡ് റിലേറ്റഡ് സൈഡ് എഫക്ട്സ്, കിഡ്നി ഡാമേജ്, ടോക്സിസിറ്റി എന്നിവ. അതുകൊണ്ട് കൂടുതൽ സേഫായ മരുന്ന് കണ്ടുപിടിക്കേണ്ടതായി വന്നു. സയൻറ്റിസ്റ്റുമാർ കൂടുതൽ റിസർച്ച് ചെയ്തപ്പോഴാണ് അവർക്ക് ഒരു കാര്യം മനസ്സിലായത്. അതായത് അസിറ്റാനിലൈഡും ഫിനാസെറ്റിനും എന്നീ മരുന്നുകൾ ശരീരത്തിൽ ബ്രേക്ക് ഡൗൺ ആവുമ്പോൾ പാരസെറ്റാമോൾ ഉണ്ടാകുന്നു. അതായത് വേദന കുറയ്ക്കാനും പനി കുറയ്ക്കാനും മെയിൻ റോൾ ചെയ്യുന്നത് പാരസെറ്റാമോൾ ആണെന്ന് തിരിച്ചറിഞ്ഞു. ഇതാണ് പാരസെറ്റാമോളിൻ്റെ തലവര മാറ്റിമറിച്ചത്. പിന്നീട് പാരസെറ്റാമോൾ മാർക്കറ്റിലേക്ക് വന്നു. 1950 കാലഘട്ടത്തിൽ പാരസെറ്റാമോൾ സേഫ് ഓൾട്ടർനേറ്റീവായി മാർക്കറ്റിലെത്തി. 1955 USA-യിൽ ടൈനിലോൾ എന്ന പേരിൽ പുറത്തിറങ്ങി. പിന്നീട് UK ഉൾപ്പെടെ പല രാജ്യങ്ങളിൽ പനഡോൾ എന്ന ബ്രാൻഡ് നെയിം വഴി പ്രശസ്തമായി. ഇന്ത്യയിൽ ക്രോസിൻ, കാൽപോൾ, ഡോളോ, മെറ്റാസിൻ തുടങ്ങിയ പല ബ്രാൻഡ് നെയിംസിൽ ലഭിച്ചു. ഇന്ന് ലോകത്തിൻ്റെ പല ഭാഗത്തും വ്യത്യസ്ത പേരുകളിൽ ലഭിച്ചാലും പ്രധാന ഇൻഗ്രീഡിയൻറ്റ് പാരസെറ്റാമോൾ തന്നെയാണ്. ഇനി പാരസെറ്റാമോൾ എങ്ങനെ ശരീരത്തിൽ വർക്ക് ചെയ്യുന്നുവെന്ന് നോക്കാം. നമ്മുടെ ശരീരത്തിൽ വേദനയും പനിയും വരാൻ പ്രോസ്റ്റാഗ്ലാൻഡിൻ എന്ന കെമിക്കൽ മെസഞ്ചേഴ്സ് പ്രധാന റോൾ ചെയ്യുന്നു. ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഇഞ്ചുറി വന്നാൽ ഈ പ്രോസ്റ്റാഗ്ലാൻഡിൻ്റെ അളവ് കൂടും. അപ്പോൾ പെയിൻ സിഗ്നൽ കൂടും, ബോഡി ടെമ്പറേച്ചർ ഉയരും. പാരസെറ്റാമോൾ ഈ പ്രോസ്റ്റാഗ്ലാൻഡിൻ്റെ നിർമ്മാണം കുറയ്ക്കാൻ സഹായിക്കുന്നു. അതുകൊണ്ട് പനി കുറയും, തലവേദന കുറയും, ബോഡി പെയിൻ കുറയും. അതുകൊണ്ടാണ് ലോകമെമ്പാടും പനി, തലവേദന, ചെറിയ വേദനകൾ എന്നിവയ്ക്ക് ഈ പാരസെറ്റാമോൾ ടാബ്ലറ്റ് കൂടുതലായി ഉപയോഗിച്ചു തുടങ്ങിയത്. സൈഡ് എഫക്ട്സ്. പാരസെറ്റാമോൾ സാധാരണ സേഫാണ്. പക്ഷേ ചിലർക്ക് ചില സൈഡ് എഫക്ട്സ് ഉണ്ടാവാം. ഛർദി, സ്റ്റൊമക്ക് ഡിസ്കംഫർട്ട്, സ്ലൈറ്റ് ആയിട്ടുള്ള ഡിസ്നെസ് എന്നിവ ഉണ്ടായിരിക്കും. പിന്നെ സേഫ് ആണെന്ന് കരുതി പാരസെറ്റാമോൾ കൂടുതൽ ഡോസ് എടുത്താലും അത് വലിയ പ്രശ്നം ഉണ്ടാകും. അതായത് ലിവർ ഡാമേജ്, വോമിറ്റിങ്, അമിതമായ ക്ഷീണം, ചർമ്മം മഞ്ഞ നിറത്തിലാവുക, കണ്ണ് മഞ്ഞ നിറത്തിലാവുക, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ മരുന്ന് നിർത്തി ഉടനെ ഡോക്ടറെ കാണണം. അലർജി സിംറ്റംസ്. ചിലർക്ക് പാരസെറ്റാമോൾ അലർജി ഉണ്ടാകാം. അതായത് സ്കിൻ റാഷ്, ഇച്ചിങ്, മുഖവും ചുണ്ടും ഒക്കെ സ്വെല്ല് ചെയ്യുക, വിയർത്ത് വരിക, ബ്രീത്തിങ് ഡിഫിക്കൽറ്റി, ഇങ്ങനെയൊക്കെ കണ്ടാലും മരുന്ന് നിർത്തി ഉടനെ തന്നെ മെഡിക്കൽ ഹെൽപ്പ് തേടണം. ടൈനിലോൾ ആയാലും പനഡോൾ ആയാലും ക്രോസിനായാലും അകത്തുള്ള ആക്റ്റീവ് ഇൻഗ്രീഡിയൻറ്റ് പാരസെറ്റാമോൾ തന്നെയാണ്. ഒരു ചെറിയ ടാബ്ലറ്റ്, പക്ഷേ പിന്നിൽ 100 വർഷത്തിലധികം സയൻസ്, റിസർച്ച്, ഫെയിലിയേഴ്സ്, സക്സസ് എന്നിവയൊക്കെയുണ്ട്. ഇനി പാരസെറ്റാമോൾ കഴിക്കുമ്പോൾ അതിന് പിന്നിലെ ഈ ചരിത്രവും കൂടി നമുക്ക് ഓർത്തു വെക്കാം. നന്ദി.